വണക്കം സ്വന്തങ്ങളെ, വെൽക്കം ടു പൊളി ഫാമിലി ചാനൽ വ്ളോഗ്. അല്ലേ, നീണ്ട നാൾക്ക് ശേഷം ഒരു വ്ളോഗ്. ஏன்னா இது ஒரு சங்கடம். எல்லா இந்த ஹாப்பியான വ്ളോഗ് நீங்கள் பார்த்துருப்பீங்க. இந்த வாட்டி கொஞ்சம் சேடான വ്ളോഗ്. ஏன்னா എപ്പോഴും ഞാനാണ് ഒരുപാട് വഞ്ചന വിട്ട് പിരിയാൻ സങ്കടപ്പെടുന്നത്. ഇപ്പൊ ഇപ്രാവശ്യം എനിക്കില്ലാന്നല്ല, കൂടെ എൻ്റെ മകൾ ഉള്ളതുകൊണ്ട് എനിക്ക് അത്ര ഇല്ല. പിന്നെ 10 ദിവസത്തേക്കല്ലേ எல்லாருமே விட்டு போற ஒரு ஃபீலிங். ജീവനും ഉയരും உயிரும் விட்டு போற ஒரு ஃபீலிங். ஏன்னா குழந்தை എനിക്ക് സങ്കടം ഉണ്ടോ தெரியுது சொந்தங்களை தெரியல அவளோட சங்கடம். അതെന്താ വെച്ച് കഴിഞ്ഞാൽ സ്നേഹനെ വിട്ട് പിരിഞ്ഞ് പോയിട്ടുണ്ട്. പക്ഷെ എൻ്റെ കുട്ടീനെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു 10-20 ദിവസത്തേക്ക് വിട്ട് പിരിയണത്. അതിൻ്റെ ഒരു സങ്കടം. ഞാൻ ഡെയിലി പറഞ്ഞ സെന്റിമെന്റോ വേണ്ട, എനിക്കിപ്പോ എന്തായാലും പിരിയാൻ പറ്റില്ല. ഇവര് ഹാപ്പി, ഇവര് ഇനി കപ്പിൾ അവരുടെ അടുത്തായിട്ട് അല്ലേ, ഞങ്ങളുടെ അടുത്ത് പോകണം. അവരായിട്ട് ഫുൾ എൻജോയ്മെന്റ്. എവിടെ പോയാലും ഞാൻ അവളുടെ കൂടെ തന്നെ പോകണം. അപ്പൊ പിന്നെ ഞങ്ങള് പിരിയില്ല ഒരിക്കലും. അതാണ് അമ്മ. Escape from Uganda. അമ്മക്കുട്ടി നമ്മളെ എപ്പിച്ച പോണത് ഇത് ആരാണ്? ഡോളാണോ? ഡോള് ഏട്ടനെ അതെ, കുഞ്ഞിപ്പേടിന്റെ ഫസ്റ്റ് ട്രെയിൻ യാത്രയാണ് ഇത് അല്ലേ? അപ്പൊ പോയി സ്വന്തങ്ങളെ ഞങ്ങള് 3 പോണത്. മനുവേട്ടനില്ല, അച്ഛനും ഇല്ല. മനുവേട്ടൻ ഞങ്ങളെ ട്രെയിൻ യാത്ര അയക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുക. കുഞ്ഞിപ്പെണ്ണ് വരുന്നത് പറഞ്ഞാ ഏട്ടൻ ഒരേ ത്രില്ലിൽ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അയ്യോ കുഞ്ഞിപ്പെണ്ണ് പറഞ്ഞിട്ട് നാളെ വരാട്ടാ പറയൂ. കുഞ്ഞിപ്പാപ്പ ഭയങ്കര ത്രില്ലിലാണ്. എന്താണ്, എവിടേക്കാ പോണേ? സോ ഞങ്ങള് 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ 9:30 10:30 ട്രെയിന്. നമ്മൾ പാലക്കാട് അലോക്കോടാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏതാനും നിമിഷങ്ങൾക്കും ഞങ്ങളുടെ വണ്ടി വരും. സോ ഞങ്ങൾ ഇനി ചെന്നൈയിലാണ് കുറച്ച് നാളേക്ക്. ഞങ്ങളെല്ലാവരും കൂടിയുള്ള വീഡിയോ കാണിക്കാം. അച്ഛനും മകനും ഇവിടെയുണ്ട്. മനോട്ടം വിളിക്കാൻ വരും. ലാസ്റ്റ് ഞങ്ങളെ വിളിക്കാൻ വരും. മനോട്ടം ഇപ്പം വർക്ക് സീസൺ ആയതുകൊണ്ട് ലീവ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അയ്യോ, എല്ലാവരും എന്നെ വിട്ട് പിരിയാൻ പോണേ. സങ്കടം കൊടുത്ത് വയ്യ. എന്റെ പൊന്നു കുട്ടി അവള് വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് പിരിഞ്ഞത്. വൈകുന്നേരം എന്നെ കണ്ടില്ലെങ്കിൽ ഉറങ്ങാത്ത കുട്ടിയാണ്. കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ ഫസ്റ്റ് ചെന്നൈക്ക് പോയപ്പോഴൊന്നും ഇത്ര സങ്കടമില്ല. എത്ര ജോലിയിൽ എത്ര കഷ്ടം ഉണ്ടെങ്കിലും വീട്ടിലേക്ക് വരുമ്പോ ഒരു മുഖമാണ് ഈ കുട്ടിയുടെ എന്തെങ്കിലും ഒരു വിലയുണ്ടാവും. ഇതുപോലൊന്ന് വളർത്തിയതാണ്. നല്ല ചിന്തയുണ്ടാവും. പണ്ട് പോയിട്ട് വരികയാണെങ്കിൽ വീടെത്താണ്ടിരുന്ന ഒരു സമാധാനമില്ല ഇപ്പോഴും. വീഡിയോക്ക് വേണ്ടിട്ട് അറിയില്ല കേസ് ഒറിജിനലാണ്. ശരി, ഞങ്ങൾ പോട്ടെ, സമയമില്ല. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് പോയ എത്ര ലോഡില്ല. ഇവിടത്തെ നിന്നാലോ. ട്രെയിൻ വരാൻ സമയമായി. ഇനി ബാക്കി വീഡിയോയിലൊക്കെ ഇവര് ഇങ്ങനെ ഒന്റെ ട്രെയിനിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടാൻ പോകണം കോമാളിത്തരത്തിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോ. എന്റെ മകൾക്ക് ഫുഡ് കൊടുക്കണം. അവളൊന്നും കഴിച്ചിട്ടില്ല. ഞങ്ങള് വീട്ടിലൊക്കെ ഹോം മെയ്ഡ് സെർലാക്കൊക്കെ ഉണ്ടാക്കി. ഇപ്പൊ സെർലാക്ക് ഭയങ്കര പ്രോബ്ലം അല്ലേ, കംപ്ലൈൻസ് ഒക്കെ വന്നു. അപ്പൊ നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കൊടുക്കണം. ഇനി അവൾക്ക് വീട്ടിലെ പോലെ ഒരു ഇതുണ്ടാവില്ല, ഇടങ്ങേറുണ്ടാവും ട്രെയിനിലല്ലേ ചാടിക്കളിക്കാനും. അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ട് പോയിട്ട് വരും. ഞാൻ സാഡായിട്ട് തിരിച്ച് മടങ്ങാൻ വീട്ടിലുണ്ട്. അവിടെ ഇരിക്കുന്നുണ്ട് എൻ്റെ മകള്. അവൾക്ക് അച്ഛമ്മേനെ സെറ്റാവുള്ളൂ. ഞാനാണെങ്കിൽ ഇതിനൊന്നും നിർത്തില്ല. പോവാണ് ചാച്ചാ. നോക്കിപ്പോ വൈകിട്ട് വരുമ്പോ ആരെ കാണും? ഞങ്ങളെ കാണും. വീഡിയോ കോൾ ചെയ്ത് അതെ. ഇവിടെ ഒരാള് കേറിയപ്പോ തൊട്ടുള്ള ഒരു ഉറക്കമാണ് ഇത് അല്ലേ?
ആന്നേ ഞങ്ങള് വീട്ടില് തന്നെ ഹോം മെയ്ഡ് സെർലാക്കൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നാണ്. എന്നിട്ട് ഇവിടെ കഴിച്ച് ഇത്തിരിയേ കഴിച്ചുള്ളൂ. ഞങ്ങളിതാണ് ഹോം മെയ്ഡ് സെർലാക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഒരാള് 2-3 സ്പൂണേ കഴിച്ചുള്ളൂ. അവള് നേരത്തെ എണീച്ചെന്നെ ഒരു ഉറക്ക ക്ഷീണം. എവിടെ എത്തിയെന്ന് അറിയില്ല, കാരണം ഇവിടെ നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് ഫുൾ കർട്ടനൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ ഞങ്ങളോ ഒരു സൈഡിൽ ഇങ്ങനെ കിടന്നു. ഇല്ലേ അമ്മയോടെ വെയിറ്റിംഗ് ആണ്. ആട്ടൻ ചക്കൻ എപ്പോഴാ വരിക ചോദിക്ക. കുഞ്ഞിപ്പാപ്പ എപ്പോഴാ വരിക അമ്മ ചോദിക്ക. എങ്ങനെ ചോദിച്ചാ ശരിക്കും അത് കുറവില്ല. ഭക്ഷണം കഴിക്കാൻ അത് മാത്രമാണ് പ്രശ്നം. ഇനി ഉച്ചക്കില് ഇനിയിപ്പോ വൈകുന്നേരത്തേക്ക് ഇനി അവൾക്ക് ബിസ്ക്കറ്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. വൈകിട്ട് വീട്ടിൽ പോയിട്ട് കൊടുക്കാം. അവൾക്ക് കുത്തി മറിയാനൊന്നും പറ്റണില്ല. വീട്ടിലാണെങ്കിൽ ഹാളിൽ ഇങ്ങനെ കിടക്കാം, അല്ലെങ്കിൽ ഓടാൻ പറ്റില്ല. സോ ഞങ്ങൾക്ക് ലഞ്ച് ടൈം ആയിരിക്കുകയാണ്. ഞങ്ങള് മണ്ടത്തരത്തിന്റെ പുറത്ത് ഞങ്ങൾക്ക് ഇന്നലെ സംഭവിച്ചു. ഇന്നലെ ഞങ്ങള് പെട്ടെന്ന് മന്തിയൊക്കെ കഴിക്കാൻ വേണ്ടി വെളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കാണ് ടിക്കറ്റിന്റെ കാര്യം ഓർമ്മ വന്നത്. സോ ഞങ്ങൾ ബാക്കി മന്തി റൈസൊക്കെ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ രാവിലെ കുക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നാണ്. 17-ാം തീയതിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞിട്ട് മനുഷ്യനാണ് കേട്ടോ പറഞ്ഞു. ഞാനല്ല. അപ്പൊ ശരി 17-ാം തീയതിയിൽ ഇന്ന് 16-ല്ലോ ഒരു ദിവസം റിലാക്സ് ആയിട്ട് ഫ്രീ ആയിട്ട് വന്നിട്ട് 2 ദിവസം ഫുഡൊക്കെ കഴിച്ച് ചീര വെജിറ്റബിളൊക്കെ വാങ്ങി എല്ലാം റെഡിയാക്കാൻ പറഞ്ഞ് വരുമ്പോഴേക്കുണ്ട് മനുഷ്യന് മെസ്സേജ് വന്നു 16-ാം തീയതിയാണ് ട്രെയിൻ. കഴിച്ചിട്ട് ഇറങ്ങുന്നില്ല. ഫ്രിഡ്ജിൽ വെച്ചു. രാവിലെ പിന്നെ രാത്രി പാതിരാത്രി വരെ പാക്കിങ്ങും ഒക്കെ ആയിട്ട് നേരം വെളുത്ത് എണീറ്റ് പിന്നെ ബാക്കി വെച്ച് വെക്കേണ്ടതും ഒക്കെ വെച്ചിട്ട് ഞങ്ങളിതാ ബാക്കി മന്തി റൈസ് ഞങ്ങൾക്ക് മിസ് ചെയ്തു പറഞ്ഞിട്ട് ഞങ്ങൾ ചൂടാക്കിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ലെഗ് പീസൊക്കെ നോക്ക് ഏത് പാത്രത്തിലാണ്. മങ്കര ശ്രീ തൃപ്പങ്കുന്ന് ക്ഷേത്രം പാത്രം ആക്കിയിട്ടാണ് കൊണ്ടുവന്നിരിക്കണത്. അപ്പൊ ഞങ്ങൾക്ക് ലഞ്ച് ബ്രേക്കാണ്. ലഞ്ച് കഴിക്കാൻ പോകുന്നു. കുഞ്ഞിപ്പെണ്ണിന് ലഞ്ചൊന്നുമില്ല. കുഞ്ഞിപ്പെണ്ണിന് ഉള്ളി മിൽക്ക്. അത് തന്നെ അവൾക്ക് ഇത് കളിപ്പാട്ടാണ്. ഇനി ഞാൻ കഴിച്ചിട്ട് വേണം അമ്മയ്ക്ക് കഴിക്കാൻ. അപ്പം അമ്മയാണ് കുറച്ച് നേരത്തേക്ക് അവളെ പിടിക്കാൻ. ഇവിടെ ഒരാൾ ബിസ്ക്കറ്റൊക്കെ തിന്നിട്ട് മുഴുവനും തിന്നാ പറഞ്ഞാലും പോരാ, അങ്ങനെ മുഴുവനും കഴിക്കുകയാണ് ഒരു കുട്ടി. പുതിയ ഡശൊക്കെ ഇടാൻ പോവാണ്. പുതിയ ഡശം പിസ്ക. എങ്ങനെയാണ് പിസ്ക പറയുണ്ണി? ഓ പിസ്ക. ആരാണ് ഇതാരാണ്? ചാച്ചനും ബൈ പറയ്. ബൈ പറയ്. ബൈ. ഞങ്ങൾ ഈവനിങ് ചായ കുടിക്കാൻ പോകുന്നു. ചായ അല്ല കേട്ടാ, ബൂസ്റ്റ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ബൂസ്റ്റും പഞ്ചസാരയും ഒക്കെ കൊണ്ടുവന്ന് പാലും പാല്. അവിടെ ഒരു പാൽക്കോവ കിടക്കുന്നുണ്ട്. പാൽക്കോവി ഓടിപ്പോയി കളിക്കണം. ഇപ്പൊ അതാണേ ഇട്ടാവട്ടത്തിലിരിക്കാൻ അവൾക്ക് വയ്യ. ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. കാരണം ട്രെയിനിലെ ചായ ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ സെറ്റാവില്ല. ഷുഗർ വരണ്ട പറഞ്ഞിട്ടാണ്. എന്താണ് ബൈ? ഞാനും അച്ഛമ്മ പോണു. ബൈ.
ബൈ കുഞ്ഞി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഏതാ പുതിയ വീട്, ഏതാ സ്ഥലം? ഞങ്ങൾ ഇന്നലെ എത്തിയപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ ഞങ്ങളെ ചതിച്ചു. അരമണിക്കൂർ ലേറ്റായി. പിന്നെ 8 മണിയായി അവിടെ എത്തിയപ്പോൾ. പുതിയ ആൾക്കാരൊക്കെ ആയിട്ട് അതെ, ട്രെയിനിലൊരു ആൻറ്റി സൂപ്പറായിരുന്നു. അവൾ നല്ല സെറ്റായി. പിന്നെ അതിനുശേഷം ഇവിടെ വന്നപ്പോൾ 8:30-9 മണിയൊക്കെ ആയി. പിന്നെ ഇവൾക്ക് കൂള് കൊടുക്കലും ഒക്കെ ആയി. അഡ്ജസ്റ്റ് ആയി. പുതിയ വീട്ടിലൊന്ന് അഡ്ജസ്റ്റ് ആയി വരണമായിരുന്നു. ഇല്ല പിന്നെ പിന്നെ അവള് കുറച്ച് മേലൊക്കെ കഴുകി ഓക്കെ ആയി. പിന്നെ ഏട്ടനുമായിട്ട് ഒരേ കളിയായിരുന്നു അവള്. 12 മണിയായിട്ട് ഏട്ടനെ ഉറക്കില്ല. ഏട്ടനുമായിട്ടുള്ള കളിയായിരുന്നു. പിന്നെ എന്നോട് അമ്മിന്റെ അടുത്ത് പോവുക, അമ്മിന്റെ റൂമിൽ പോവുക. ഞാൻ ചോദിക്കേ ആർക്കൂട്ട എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം എന്താ വർത്താനം അറിയോ? സോ ഞങ്ങളിതാ ചായ കുടിക്കണം. ഓക്കെ ബൈ. അപ്പം മറക്കാമോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യൂ. കുഞ്ഞിപ്പാപ്പനെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.